ജോയ് ബോയ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് എക്സിൽ ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടിട്ടുണ്ട്. ഇത് പുള്ളി ഫണ്ണായിട്ട് വരച്ചാണെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ ബഗിയും ജോയ് ബോയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടെങ്കിലോ. ബഗീൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ബഗി തുടക്കത്തിൽ വെറും ഒരു ഈസ്റ്റ് ബ്ലൂ വില്ലനായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്കറിയാൻ സാധിച്ചത് പുള്ളി സാക്ഷാൽ റോജർ പൈററ്റ്സിൻ്റെ ഒരു മെമ്പർ ആയിരുന്നു എന്നാണ്. പിന്നെ ടൈം സ്കിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒരു വാർലോഡായി മാറി. എന്നിട്ടിപ്പോൾ ഒരു യോങ്കോയിൻ്റെ പദവി വരെ ബഗി എത്തി നിൽക്കുകയാണ്. ബഗി ഇങ്ങനെ മുകളിലോട്ട് പോയി ചിലപ്പോൾ പൈററ്റ് കിങ് വരെ ആയേക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബഗീൻ്റെ ഫുൾ നെയിം നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ബഗീനെ എല്ലാവരും വിളിക്കുന്നത് ബഗി ദ ക്ലൗൺ എന്നാണ്. ദ ക്ലൗണിൻ്റെ പണി എന്താ? ആൾക്കാരെ ചിരിപ്പിക്കുക. ജോയ് പടർത്തുക. ജോയ് ബോയ്. നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്താൽ ഇങ്ങനെ പല കണക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബഗി ചിലപ്പോൾ പൈററ്റ് കിങ് ആയേക്കാമെന്ന്, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. വെൽത്ത്, ഫെയിം, പവർ. ഗോൾഡ് റോജറിന് ഇത് മൂന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഗിക്ക് ഇത് മൂന്നും ഉണ്ട്. ക്രൊക്കഡോയിലിന്റെ കയ്യിൽ നല്ല പൈസയുണ്ട്. സോ ക്രൊക്കഡോയിലാണ് വെൽത്ത്. പിന്നെ ഫെയിമിന്റെ കാര്യം, അത് ബഗിക്ക് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ പവറിന് വേണ്ടി ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സോർട്സ്മാനായ മീഹോക്കും കൂടെയുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് ബഗീനെ വില കുറച്ച് കാണാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അതുവരെ പീസ്.